ഹരി ഓം. ദശകം 38, ശ്ലോകം 3. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിഃ ഉദ്യത്കിരീടകടകാംഗദഹാരഭാസാ ശംഖാരിവാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിതസൂതിഗേഃ. പദച്ഛേദം നോക്കാം. ബാല്യ സ്പൃശാ അപി വപുഷാ ദധുഷാ വിഭൂതിഃ ഉദ്യത് കിരീട കടക അംഗദ ഹാര ഭാസാ. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതി ഉദ്യത് കിരീട കടക അംഗദ ഹാര ഭാസാ ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഃ. മേഘാസിതേന പരിലേസിത സൂതിഗേഃ. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിരുദ്യത് കിരീട കടകാംഗദഹാരഭാസാ ശംഖാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഃ. ശ്ലോകം 3 അന്വയവും അർത്ഥവും നോക്കാം. അപ്പം ഈ 3, 4 ശ്ലോകങ്ങളിൽ അവതരിച്ച് കണ്ട ആ ഭഗവാന്റെ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. അന്വയം. ബാല്യസ്പൃശാ അപി വിഭൂതിഃ ദധുഷാ ഉദ്യത് കിരീട കടകാംഗദ ഹാരഭാസാ ശംഖാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന വപുഷാ ത്വം സൂതിഗേഃ പരിലേസിത. ബാല്യസ്പൃശാ അപി ബാലഭാവത്തിലാണെങ്കിലും വിഭൂതിഃ ദധുഷാ ഐശ്വര്യങ്ങളെ ആവഹിക്കുന്നതും ഉദ്യത് കിരീട കടകാംഗദ ഹാരഭാസാ കിരീട കടകാംഗദഹാരങ്ങളുടെ കാന്തി കലർന്നിരിക്കുന്നതും ശംഖാരി വാരിജ ഗദാ പരിഭാസിതേന ശംഖചക്രപത്മഗദങ്ങളാൽ 4 ഭാഗത്തും കാന്തി വിതറുന്നതും മേഘാസിതേന വപുഷാ ത്വം സൂതിഗേഃ പരിലേസിത. മേഘശ്യാമളവുമായ തിരുമേനി കൊണ്ട് നിന്തിരുവടി ഈറ്റില്ലത്തിൽ പ്രകാശം പരത്തി വിലസിയല്ലോ. അപ്പോൾ ഭട്ടതിരിപ്പാട് പറയുന്നു, അല്ലയോ ഭഗവാനെ, അങ്ങ് ശിശുരൂപിയായിരുന്നുവെങ്കിലും ശരി, അതിശോഭ വഹിക്കുന്നതും ഐശ്വര്യപൂർണവും ദൈവികവുമായ കിരീടം, കടകങ്ങൾ, അംഗതങ്ങൾ, മുത്തുമാലകൾ ഇവയണിഞ്ഞ് വൈഷ്ണവമായ പാഞ്ചജന്യം, സുദർശനം, അംബുജം, കൗമോദകി എന്നിവ വഹിക്കുന്ന തൃക്കൈകളോടുകൂടി വർഷമേഘം പോലെ ശ്യാമളസുന്ദരമായ കാന്തിയോടെ സൂതികാഗൃഹത്തിൽ പ്രശോഭിച്ചുവല്ലോ. ബാല്യസ്പൃശാപി വപുഷാ ദധുഷാ വിഭൂതിരുദ്യത് കിരീട കടകാംഗദഹാരഭാസാ ശംഖാരി വാരി ജഗദാ പരിഭാസിതേന മേഘാസിതേന പരിലേസിത സൂതിഗേഃ.